എനിക്ക് ഈ ഡോക്ടറെ നല്ലപോലെ അറിയാം. എൻ്റെ യൂറോളജി പ്രോബ്ലത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഈ ഡോക്ടർ 7 മണിക്ക് ഈ ആശുപത്രിയിൽ വരണമാണ്. പോകുന്നത് 10 മണി കഴിയും. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തിരക്കാണൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലാരെയും കാണാറില്ല. ഞാൻ 7-7:30 മണിയാവുമ്പോൾ ആശുപത്രി വരും. രാത്രി 10 മണി വരെ കാണും. ഇതിനിടയ്ക്ക് വെച്ച് MLAക്ക് എപ്പോഴാണ് വരാൻ കഴിയുന്നത് അപ്പോഴും വന്നാൽ മതി, എന്നെ ഒന്നുകൂടെ വിളിച്ചിട്ട് വരണം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ആളാണ്. വണ്ടിക്കൂലി ഇല്ലാത്തവർക്ക് വണ്ടിക്കൂലി കൊടുക്കുന്ന ആളാണ്. സഹികെട്ടാണ് ആ ഡോക്ടർ ഇത് പറഞ്ഞു. ഒരു സ്ഥലം മാറ്റം വന്നാൽ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പേടിച്ചാണ് പല ഡോക്ടർമാരും പറയാത്തത്. ഇവിടെ ഉള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്നും വേണ്ട ഒരു സ്ഥാപനം ഇതിനകത്തും ഇരിപ്പുണ്ട്. അവിടെ സാധനങ്ങളില്ല. 1000 കോടി രൂപയാണ് വിവിധ കമ്പനികൾക്ക് ഈ കോർപ്പറേഷൻ കൊടുക്കാനുള്ളത്. ആ പൈസ കൊടുക്കാതെ ഈ ഉപകരണങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ അന്വേഷിക്കാൻ ആരുമില്ല. മന്ത്രിയില്ല, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഇല്ല. ആരും ഇത് അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. മന്ത്രി ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയി ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും HODമാരെ വിളിച്ചൊരു യോഗം കൂടിയിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇതിവിടെ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഹാരിസ് ഡോക്ടറെ സർവീസിൽ നിന്ന് വെളിയിലാക്കുന്നതിനെ കുറിച്ചാണ് അവർ ആലോചിച്ചത്. ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾ പ്രതിഷേധിച്ചു, ഡോക്ടർമാർ അവരുടെ സംഘടന പ്രതിഷേധിച്ചു. അപ്പോഴാണ് മയപ്പെട്ട് ഇന്ന് കാലത്തങ്ങാണ്ട് പറയുകയാണ് നല്ല ഡോക്ടറാണ്.